തലവര എന്ന സിനിമയിലൂടെ തലവര മാറിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മുത്തുവാണ് എന്നോടൊപ്പം. മുത്തു, നമസ്കാരം. ഒരു പാട്ട് എഴുതാൻ പോയ സിനിമകളിൽ ഒന്നിൽ കൂടുതൽ പാട്ടുകൾ എഴുതാൻ പറ്റി. കുറേ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പൊ തലവര മാറ്റിയ തലവര സിനിമയിലെ പാട്ടൊന്ന് കേൾക്കാം. മായാത്ത ദൂരത്തായി പൂവിത്തായി നീ, തീരാത്ത രൂപത്താലെ സൂറത്തായി നീതിലേ. ഇത്രയൊക്കെ നമ്മൾ സന്തോഷത്തോടെ സംസാരിക്കുമ്പോഴും മലയാള സിനിമയിൽ ഒരു സിനിമാ നടി മുത്തുവിനെ അവഗണിച്ചു. എന്നോട് വൈരാഗ്യം വരാൻ മാത്രം, അല്ലെങ്കിൽ എന്നോട് പുച്ഛം വരാൻ വേണ്ടി മാത്രം യാതൊരു പരിചയമില്ല. ഈ താഴത്തെ ഫ്ലോറിലെ സ്റ്റേജൊക്കെ ഫിലിം പ്രൊമോഷനൊക്കെ നടക്കുന്ന സ്ഥലമില്ലേ, അതിലൂടെയൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പം അവിടെ നിന്ന് ചിന്തിക്കാറുണ്ട്, എപ്പോഴാണ് എൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ട് ഞാനിവിടെ നിന്ന് ഇപ്പൊ ഒരു ടാസ്ക് തരുക, എന്നെ പറ്റി രണ്ടുപേര് പാടണം. അജിനാരാ അറിയും അവതാരാതരനും ചോദ്യമുനകൾ കൊണ്ടേയും സ്നേഹചുംബനവും നൽകും ചിരിയാലെ അലിവേറും അറിവുള്ളൊരു ഗ്രാഹീവൻ. അജിനാരാ അറിയും അവതാരാതരനും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലിലോഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. തലവര എന്ന സിനിമയിലൂടെ തലവര മാറിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മുത്തുവാണ് എന്നോടൊപ്പം. മുത്തു, നമസ്കാരം. നമസ്കാരം. വന്നേ. യെസ്. അങ്ങനെ തലവര സിനിമ തലവര മാറ്റി. ഒരു കൊല്ലംകാരൻ കൊച്ചിയിലൂടെ ചേക്കേറുന്നില്ലേ? പിന്നെ സംഭവിച്ച അത്ഭുതങ്ങൾ എന്തൊക്കെയായിരുന്നു? 4 വർഷം മുമ്പാണ്, ഏകദേശം 4 വർഷം മുമ്പാണ് കൊച്ചിയിലോട്ട് വരുന്നത്. അപ്പം അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ഇന്ന് അതിന് ഇപ്പം അവസാനമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നു. സംഭവിക്കാൻ ഉള്ളത് സംഭവിച്ചത് നല്ലതില്ല. എന്നാലും ആ കൊല്ലംകാരൻ കൊച്ചിയിലോട്ട് വരുമ്പം ഒരുപാട് പ്രതിസന്ധി. ഉറപ്പായിട്ടും. അതെന്തൊക്കെയായിരുന്നു പ്രതിസന്ധികളെന്ന് പറഞ്ഞാൽ, ഞാൻ വന്നൊരു പെട്ടെന്ന് ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു ലൈക്ക് റോളർ കോസ്റ്റർ പോലെ ആയിരുന്നു, ഇങ്ങനെ മാറി 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 പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, ഏതിൽ സ്റ്റേബിളായി നിൽക്കണം എന്നുള്ളതിലൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കൊച്ചിയിലേക്ക് വരണമെന്ന് തോന്നി. അത് തീർച്ചയായിട്ടും എഴുത്തിനെയൊക്കെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് കൊച്ചിയിലോട്ട് വന്നത്. അപ്പോൾ അതിനുശേഷം എഴുത്തിൽ കിട്ടിയ നല്ല അഭിപ്രായങ്ങളിലൂടെയും ചെറിയ ചെറിയ വിജയത്തിലൂടെയുമാണ് അതിൽ പിടിച്ചിരിക്കാൻ ഇതൊക്കെയാണ് പ്രേരിപ്പിച്ചത്. പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്തു, എല്ലാം ഓക്കെ ആയിപ്പോയി. ഇന്ന് എല്ലാവരും കേൾക്കുന്ന പാട്ടുകളിലോട്ട് എത്തി. മുത്തു, ഞാൻ അറിഞ്ഞ വലിയൊരു കഥയുണ്ട്. സ്വിഗ്ഗി വരെ ഓടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓടിയിട്ടുണ്ട്. എന്തായിരുന്നു കഥ? അത് കൊച്ചിയിൽ വരുന്ന സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒട്ടുമില്ലായിരുന്നു. അതായത് വരുമാന മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, വട്ടപൂജ്യം. അപ്പോൾ എന്തെങ്കിലും, ഞാൻ അതിന് മുമ്പ് നാട്ടിൽ ജോലിയൊക്കെ ചെയ്തിരുന്നു. എന്തൊക്കെ ചെയ്തിരുന്നു? ഞാൻ പള്ളിയിൽ ജോലി ചെയ്തു. കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പള്ളിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്, ഒരു മതപുരോഹിതനായിരുന്നു. അതിനുശേഷം ആ ജോലി വിട്ടിട്ട് കുറച്ചും കൂടെ ഓപ്പണായി എഴുതാം എന്ന് വിചാരിച്ചു. അന്ന് എഴുതിയിരുന്നത് മതപരമായിട്ടുള്ള പാട്ടുകളും സൂഫി പാട്ടുകളും ഒക്കെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. അതിനുശേഷം കുറച്ചും കൂടെ ഓപ്പണായിട്ടുള്ള ഐഡിയകൾ എഴുതാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മേഖല എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നി. ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. അതെ, ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് എനിക്ക് വളരെ ഓപ്പണായിട്ടുള്ള ഐഡിയകൾ എനിക്ക് പാട്ടിലൂടെ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അത് പ്രശ്നമാണ്. അങ്ങനെ അത് വിട്ടിട്ട് വേറെ ജോലികൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആദ്യം ഞാനൊരു മൊബൈൽ ഷോപ്പിൽ സെയിൽസിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ കുറച്ച് നാൾ ജോലി ചെയ്തു. ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ജോലി ഞാൻ ഒഴിവാക്കി. അതിനുശേഷം ഒരു കാലിത്തീറ്റയുടെ ബിസിനസ്സായിരുന്നു. സ്വന്തമായിട്ട് തുടങ്ങിയതല്ല. എൻ്റെ ഒരു സുഹൃത്ത് ഒരു കാലിത്തീറ്റയുടെ ബിസിനസ് തുടങ്ങിയപ്പോൾ അത് മാർക്കറ്റ് ചെയ്യാൻ, അല്ല അത് ജനങ്ങളിലോട്ട് എത്തിക്കാൻ, അത് വിൽക്കാൻ ആരുണ്ട് എന്നിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് എന്നെ കിട്ടിയത് പുള്ളി. എനിക്കൊരു 2 മാസം സമയമുണ്ടായിരുന്നു ഒരു 90 ചാക്കിൻ്റെ ഓർഡർ എടുക്കണമെന്നുള്ളൊരു പ്ലാനും
പുള്ളി എനിക്ക് തന്നു. ടാർഗറ്റ് ഒരു ടാസ്ക് തന്നു പുള്ളി. അങ്ങനെ ഞാൻ ഇറങ്ങി. ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ആ ബൈക്ക് എടുത്തിട്ട് കുറേ സ്ഥലങ്ങളിങ്ങനെ കറങ്ങി. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പഞ്ചായത്തുകളൊക്കെ കറങ്ങി. ഈ പശുവും പോത്തൊക്കെ ഉള്ള വീടുകൾ കണ്ടുപിടിച്ച് പോയി. അവിടെ ചെന്നിട്ട് ഈ കാലിത്തീറ്റയെ പറ്റി പറഞ്ഞു. അവരെ കൺവിൻസ് ചെയ്യണം. അവർ മേടിക്കണം. അതെ, അങ്ങനെ കൺവിൻസ് ചെയ്യണം. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരം വരെ പോയിട്ട് ഈ വീടുകൾ കയറി ഇറങ്ങിയിട്ട് ഇവരോട് ഈ സാധനത്തെ പറ്റി പറഞ്ഞ് ഇത് ബുക്ക് ചെയ്യിപ്പിച്ചു. ആഴ്ചയിൽ ഒരു ദിവസം ഇത് ലോഡ് ഇറക്കാനും കൂടെ പോകണം. അപ്പോൾ ഒരു ചാക്ക് 95 കിലോ അങ്ങനെ എന്തോ ആണുള്ളത്. അത് ചുമന്നിട്ട് കൊണ്ടുപോയി അവർ വീട്ടിലിട്ട് കൊടുക്കണം. അപ്പോൾ ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ മലയോര പ്രദേശമൊക്കെ ആണല്ലോ, മലയും അതൊക്കെ. അപ്പോൾ വീടുകളെന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളിലായിരിക്കും, റോഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ചാക്ക് ചുമന്നുകൊണ്ട് ഈ ഇടവഴിയിലൂടെ പോയിട്ട് വേണം ആ വീട്ടിലിട്ട് കൊടുക്കുക. അപ്പോൾ 3-4 ചാക്കൊക്കെ ഓർഡർ ചെയ്യുന്ന വീടുണ്ടാവും. ഇതെല്ലാം എടുത്തുകൊണ്ട് പോകണം. മൂപ്പരുണ്ട് എൻ്റെ കൂടെ, ഇതിൻ്റെ ഈ ബിസിനസ് നടത്തുന്ന ആളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പണിയായിരുന്നു ഈ കാലിത്തീറ്റരുത്. അത് കുറച്ചാൾ ചെയ്തു. 90-ൽ കൂടുതൽ ഓർഡേഴ്സ് പോയി. പുള്ളിക്ക് ആഴ്ച എത്തിച്ചു കൊടുക്കാൻ പറ്റിയ വണ്ടി നിറയുന്ന അത്രയും ഓർഡർ എത്തിയായിരുന്നു. അപ്പോൾ ആ പണി തീർന്നപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ ജോയിൻ ചെയ്തു. എൻ്റെ ഒരു അകന്ന ബന്ധുവിൻ്റെ ആയിരുന്നു അത്. അവിടെ പോയി ജോയിൻ ചെയ്തു. വാട്ടർ പ്യൂരിഫയർ ആയിരുന്നു അവിടുത്തെ പ്രോഡക്റ്റ്. അപ്പോൾ അതും ഇതേപോലെ തന്നെയാണ്. വീടുകളിൽ ചെന്ന് അവരോട് ഈ കാര്യങ്ങൾ സംസാരിച്ച് ഈ വെള്ളത്തിൻ്റെ ഒരു TDS മെഷീനുണ്ട്. അത് വെച്ചിട്ട് വെള്ളത്തിൻ്റെ കട്ടിയൊക്കെ ചെക്ക് ചെയ്ത് ഇത് ആൽക്കലൈൻ ആണോ അല്ലെങ്കിൽ ആസിഡാണോ കൂടുതലെന്നൊക്കെ ചെക്ക് ചെയ്ത് പേപ്പർ വെച്ച് ചെക്ക് ചെയ്ത് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ഒരു പ്യൂരിഫയർ വെപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ടാസ്ക്. അപ്പോൾ തീർച്ചയായിട്ടും വെള്ളം എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണല്ലോ. അപ്പോൾ നല്ല വെള്ളം യൂസ് ചെയ്താൽ കുറച്ചും കൂടെ സുഖമായിരിക്കും. അപ്പോൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി ഇവരെ കൊണ്ട് ഇത് ഓർഡർ ചെയ്യിപ്പിക്കുക. അപ്പോൾ ആ ജോലിയും ചെയ്തു. അതിലും മാസം എനിക്കുണ്ടായിരുന്ന ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ശമ്പളമൊക്കെ മേടിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ക്ലബ് ഹൗസിൻ്റെ വരവ്. അപ്പോൾ ക്ലബ് ഹൗസിലാണ് ഞാൻ പാട്ടുകൾ പാടി കൂടുതൽ ഓഡിയൻസ് എനിക്ക് കിട്ടുന്നത്. അതിൽ നിന്നാണ് കുറച്ച് പരിചയങ്ങളും ബന്ധങ്ങളൊക്കെ തുടങ്ങുന്നത്. അതെ, കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നവരും അല്ലെങ്കിൽ നല്ല ലിസണേഴ്സ്, പാട്ടുകൾ കേൾക്കുന്ന ആൾക്കാർ, കവിതകൾ വായിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ എൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് എനിക്കൊരു പ്രതീക്ഷ ഈ എഴുത്തിൽ വരുന്നത്. അതിന് ആ സമയത്ത് ഞാൻ കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുവരെയുള്ള ജീവിതം വെള്ളം പോലെ ഒഴുകിക്കൊണ്ട് പോകുമായിരുന്നു. അങ്ങ് പോകുമായിരുന്നു. ഒരു ഐഡിയ ഇല്ലാണ്ട് ഏതൊക്കെയോ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർ ലക്ഷ്യങ്ങളല്ല, ധാരണകളാണ്. അതിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിയത് വൈകിയാണ്. പക്ഷെ ലേറ്റായി വന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നു. തീർച്ചയായും സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ ഒരു എഴുത്തിലോട്ട് കടന്നിട്ട് അത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അത് ശ്രദ്ധിക്കപ്പെടാൻ എത്ര വർഷങ്ങളെടുത്തു, ദിവസങ്ങളെടുത്തു, അല്ലെ മാസങ്ങളെടുത്തു? ഞാൻ തുടങ്ങിയിട്ട് 2022 കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഒരു 3 വർഷം സിനിമകളിലേക്ക് എഴുതി തുടങ്ങുന്ന സമയമാണത്. എഴുതി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തിൽ ഇപ്പോൾ 5ാമത്തെ സിനിമയാണ് ഇന്ന് റിലീസായത്. അതിൽ സന്തോഷമുണ്ട്. ഒരു പാട്ട് എഴുതാൻ പോയ സിനിമകളിൽ 1-ൽ കൂടുതൽ പാട്ടുകൾ എഴുതാൻ പറ്റി. ഇതെല്ലാം കുറേ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ തലവര മാറ്റിയ തലവര സിനിമയിലെ പാട്ടൊന്ന് കേൾക്കാം. തീർച്ചയായിട്ടും ആ പാട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയ പാട്ട്. അപ്പോൾ ആളുകളിലേക്ക് എത്തിയ ആൾക്കാർ സ്വീകരിച്ച ആ പാട്ട് കേൾക്കാം. അതെ, ഇത് പാടുമ്പോൾ ഇലക്ട്രോണിക്കലിയാണ് ഇതിൻ്റെ കമ്പോസർ. അദ്ദേഹം കമ്പോസ് ചെയ്ത് വെച്ച പോലെയൊന്നും എനിക്ക് പാടാൻ അറിയില്ല, എന്നാലും അത് എഴുതിയ ആളുടെ വായന ആ ഒരു രീതിയിലുള്ളത് പ്രതീക്ഷ. എന്നിലാദ്യമായി വന്നൊരീ തെന്നലീണത്തിലായി നീ നാരി ഞാനായി വരി, വീഞ്ഞു പോലെ നീ വന്നൊരീ രാത്രിയിൽ മിന്നലായി വാനായി മായാവനി, മോഹമായി നീ ചൊല്ലിതെന്തുമായ നീ മായ ലോകമേന്തി വന്ന് നിന്ന് മുന്നിലായി നീ ചേർന്നു വന്നിരി മെല്ലയോരമായിരി, മണ്ണിലായി നാം ഒന്നിനി മായാത്ത ദൂരത്തായി ഭൂവിത്തായി നീ, തീരാത്ത രൂപത്താലെ സൂറത്തായി നീതിലെ ഇലക്കൊഴിയേ തണലായരികേയണയും, ഇടവഴിയേറുവായി നദി പോലൊഴുകും മിഴിയരികെ മഴയായഴലും മഴിയും,
പ്രണയവുമേ പ്രിയമായ കഥാരുലയും. എന്നാ എന്താ അടിക്കണ കൈ, താങ്ക് യു അടിപൊളി കേട്ടോ. താങ്ക് യു ഒരു 25 വയസ്സുകാരന്റെ വരികൾ, അത് അധികം അറിയാത്തൊരു കാര്യം. വിശ്വസിക്കാൻ അത്ഭുതം കേട്ടോ. ഇതിന് പ്രാർത്ഥനാ ഗാനമാണോ? പ്രാർത്ഥനാ ഗാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. പക്ഷെ ഈ ഇലകൊഴി എന്ന് പറഞ്ഞ പാട്ടിൽ ഒരു സ്ത്രീയെ പറ്റിയാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് ആരെ പറ്റിയെന്നില്ല. ദൈവത്തിനോട് ചേർത്ത് വയ്ക്കുന്നവർക്ക് അങ്ങനെ വയ്ക്കാം. ഞാൻ അറിഞ്ഞത് ലൈഫിലൊരു തട്ടിപ്പോ ഒരു പ്രണയമാണോ ഇത്? അങ്ങനെയൊന്നുമല്ല. അതൊന്നും ഒരിക്കലും അല്ല. കാരണം ഈ ഇലകൊഴിയ പാട്ടിൽ അത് തട്ടിപ്പോയിട്ടില്ല, കൂടെ ഉണ്ട്. കൂടെ ഉണ്ട്. അപ്പൊ കൂടെ ഉള്ളതിന് എന്തോ പറ്റിയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഈ എപ്പോഴെങ്കിലും ഇത് എഴുതുന്ന സമയത്ത് തോന്നിയിട്ടുണ്ട് ഇത് ഹിറ്റാകും, ജനങ്ങളിലേക്ക് എത്തും? അത് ഈ പാട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കമ്പോസിഷൻ കേട്ടപ്പോൾ ഇലക്ട്രോണിക്കലി ആയിട്ട് ഞാൻ വർക്ക് ചെയ്ത പാട്ടുകളിൽ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ശ്രദ്ധിക്കപ്പെടും, നല്ല പാട്ടാണ് കമ്പോസിഷൻ. പിന്നെ എഴുതിയപ്പോൾ ഓക്കെ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇതിനോട് മാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നലും വന്നു. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് അതുപോലെ തന്നെ സംഭവിച്ചു. ഇന്നൊരു പുതിയ സിനിമ റിലീസായി, അതിലുണ്ട് പാട്ട്. അതിലുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ എന്താണ്? അത് ഞാൻ ഈ ഇലകൊഴിയെ തന്നെയാണ് അതിനും കാരണം. ഈ ഒരു പാട്ട് ഇപ്പോൾ 3 സിനിമകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതൊക്കെ റിലീസായി. അതിനുശേഷം തലവര വന്നു. മൂന്നാമത്തെ പടമാണ് തലവര. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ മൈനെ പ്യാർ കിയ ഉണ്ടായിരുന്നു. ഈ തലവര വരെ എത്തി നിൽക്കുന്ന പാട്ടുകളുണ്ടായിരുന്നല്ലോ, മുമ്പത്തെ പാട്ടുകൾ. അത് കേട്ടിട്ട് കുറേ പേര് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിന് ലിസണേഴ്സ് ഉണ്ട്. പക്ഷേ ഇലകൊഴിയെ കേട്ടിട്ടാണ് എന്നെ കൂടുതൽ ആൾക്കാർ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ജെയ്ക്സ് ഏട്ടൻ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പാട്ട് നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഞങ്ങൾ മീറ്റ് ചെയ്തു, പുതിയ പ്രൊജക്റ്റുകളെ പറ്റി പറഞ്ഞു. അങ്ങനെ ഈ പാതിരാത്രിയുടെ കാര്യം പറഞ്ഞു, കമ്പോസിഷൻ തന്നു, എഴുതി കൊടുത്തു. അങ്ങനെ അടുത്ത പാട്ട് തന്നു, അതിലുള്ള നെക്സ്റ്റ് ഒരു പാട്ടും കൂടെ തന്നു, അതും ചെയ്തു. എന്നിട്ടിപ്പോൾ പുതിയൊരു പാട്ട് തന്നു, അതിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഫുള്ള് സിനിമയിലോട്ടായി മുത്തു? തീർച്ചയായിട്ടും സിനിമയിൽ തന്നെയാണ്. ഇപ്പോൾ എഴുത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്, സിനിമ എന്നല്ല. സിനിമയാണെങ്കിലും ഇൻഡിപെൻഡൻറ്റ് ട്രാക്കുകളാണെങ്കിലും ശരി തന്നെ. ഈ പൈസ ഇല്ലാത്ത സമയത്ത് ഒരു 500 രൂപയ്ക്ക് വേണ്ടി വരെ പാട്ടെഴുതി കൊടുത്തെന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ഭക്ഷണത്തിന് വേണ്ടി എഴുതിയിട്ടുണ്ട്, ഈ ചില്ലറയ്ക്ക് വേണ്ടിയിട്ടും എഴുതിയിട്ടുണ്ട്. ആ ചില്ലറായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ന് ഒരു 50,000 രൂപ കിട്ടിയാൽ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെയാണ് അന്ന് 500 രൂപ കിട്ടുന്നത്. ആ 500 അന്ന് വില ഉണ്ടായിരുന്നു, വളരെ വില ഉണ്ടായിരുന്നു. അത് നമ്മളെ പിടിച്ചു നിൽക്കാൻ സഹായിച്ച സംഭവങ്ങളാണ്. ഇന്ന് ഓക്കെ ആണോ? ഏകദേശം ഓക്കെയാണ്. മുത്തുവിനൊരു ബാൻഡ് ഉണ്ടോ? മ്യൂസിക് ബാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പം നിലവിലില്ല. ഞാൻ കൊച്ചിയിൽ വന്ന സമയത്ത് ഇവിടെ സ്ട്രീറ്റിൽ പാടുന്ന കുറച്ച് ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ചൊരു ബാൻഡ് ഫോം ചെയ്യാന്നുള്ളൊരു തീരുമാനമൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വാക്ക് ബാൻഡ് എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്റ്റേജുകളൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സിയാവുല്ലക്കിൻ്റെ കൂടെ പ്രോഗ്രാംസ് ചെയ്യുമായിരുന്നു. 3-4 പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലൈവ് പരിപാടികളൊക്കെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴും എല്ലാവരുടെയും ഒരു സംശയം എന്ന് പറയുന്ന മുത്തു, ഒരു കൊല്ലം ജില്ലയിലുള്ള ഒരു 25 വയസ്സുകാരൻ കൊച്ചി വന്നിട്ട് ഈ ആളുകളുടെ കളം പിടിക്കണമല്ലോ. ഉദാഹരണം, ഞാൻ ഒരു പാട്ടുകാരനാണ് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാണ്, ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് തുടക്ക സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യം ക്ലബ് ഹൗസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എനിക്ക് ഇത് ഇങ്ങനെ ഒരു വശം ഇതിനുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ഇതിനകത്ത് മൊത്തം ഫണ്ണാണ്, ടൈം പാസ്. അന്ന് അങ്ങനെയാണല്ലോ അത് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയയിലാണ് ഇതിൽ കയറുന്നത്. പക്ഷെ കയറി കഴിഞ്ഞപ്പോഴാണ് ഇതിന് ഇങ്ങനെ ഒരു വശം കൂടെ ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ പാട്ടുകൾ പാടാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് തന്നെ ലിസണേഴ്സ് ഉണ്ട്, അതിന് വേണ്ടി പ്രത്യേകം റൂമുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ അതായിരുന്നു അന്നത്തെ ഒരു കളം. പിന്നെ അതിനുശേഷം പതുക്കെ ഈ കോവിഡ് സമയമൊക്കെ മാറി വന്നപ്പോൾ ക്ലബ് ഹൗസ് ഡൗൺ ആയി. ക്ലബ് ഹൗസിൽ പ്രവാസികൾ മാത്രം കയറുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഒബിയസ്ലി ലിസണേഴ്സും കുറഞ്ഞു. പിന്നീട് കൊച്ചി എന്ന് പറയുന്ന ഇത്രയും വലിയൊരു നഗരം ഇവിടെ കിടക്കുമ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സ്ട്രീറ്റ് ജാമിങ്ങും സംഭവങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇറങ്ങി പാടിക്കൂടാ? അപ്പോൾ പാടുമ്പോൾ അവിടെ അത്രയും ഓഡിയൻസിന് കിട്ടുകയല്ലേ. അവിടെ സാധാരണ ആർട്ടിസ്റ്റുകൾ വന്ന് സിനിമാ പാട്ടുകൾ പാടാറുണ്ട്, എല്ലാവരും കേട്ട് ശീലിച്ച എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകൾ പാടാറുണ്ട്. അപ്പോൾ ഞാൻ അതും അതിൻ്റെ കൂടെ
എൻ്റെ പാട്ടുകളും കൂടെ പാടി തുടങ്ങി. ഞാൻ തന്നെ എഴുതിയ പാട്ട്. അതെ അതെ അത് പാടി തുടങ്ങി. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇവരൊന്ന് ചോദിക്കാറുണ്ട്, ഇത് ഏത് പാട്ടാണ്, കേട്ടിട്ടില്ലല്ലോ, ഇത് സ്പോട്ടിഫൈയിൽ കിട്ടോ, ചില ഷസാമൊക്കെ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയും ഇത് റിലീസ് ചെയ്തിട്ടില്ല, ഇതെൻ്റെ പാട്ടാണ്, ഞാൻ എഴുതിയ പാട്ടാണ്. അങ്ങനെയാണ് ഇപ്പോൾ എന്നിലുള്ള ഒരു എഴുത്തുകാരനെ ഞാൻ കമ്പോസ് ചെയ്തതാണ്, ഞാൻ ചെയ്ത പാട്ടാണ് എന്നൊക്കെ ഇവർ തിരിച്ചറിയുന്നത്. അങ്ങനെയുള്ള ബന്ധങ്ങളാണ് തീർച്ചയായിട്ടും ഇവിടം വരെ എത്തിച്ചത്. മുത്തു ഈ ക്ലബ് ഹൗസിലൂടെ വലിയൊരു ഗിഫ്റ്റ് ഒരു നടൻ തന്നു. ആരാണ് ആ നടൻ, എന്താണ് ഗിഫ്റ്റ്? അത് ഒരിക്കൽ ക്ലബ് ഹൗസിൽ ലേറ്റ് നൈറ്റ് ദില്ലിയിലുള്ള ഇരുമ്പ് സ്തംഭത്തിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുത്തമ്പനാറിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ഇരുമ്പ് സ്തംഭത്തിനെ പറ്റിയാണ് ചർച്ച. അപ്പോൾ അത് ഞാൻ വാദിച്ചുകൊണ്ടിരുന്നത് അത് ഏലിയൻസ് കൊണ്ടുവന്നത്. അപ്പോൾ ചുമ്മാ ഇത് നോൺസെൻസ് ആണ്, ചുമ്മാ ഇരുന്ന് ഓരോ കഥകൾ ഉണ്ടാക്കി ആ ക്രിയേറ്റീവ് സൈഡാണ്, അതായത് പുതിയ കഥകൾ ഉണ്ടാക്കുക അതിനെ പറ്റിയിട്ട്. അങ്ങനെ ഞാൻ ഏലിയൻസ് കൊണ്ടുവന്നതിനെയൊക്കെ പറ്റി പറഞ്ഞുകൊണ്ട് ദീർഘമായി തർക്കിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഒരാൾ എൻ്റെ അടുത്ത് കടന്നു വരുന്നത്. പുള്ളി എന്നിട്ട് കറക്റ്റായിട്ട് എൻ്റെ ചരിത്രം അങ്ങോട്ട് പറഞ്ഞു. അത് വന്നത് സാബുമോനാണ്, നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന സാബു ചേട്ടനാണ് അതിൻ്റെ അകത്ത് വന്നത്. അപ്പോൾ പുള്ളി ഇതിനെയൊക്കെ ഗണ്ണിച്ചുകൊണ്ട് യഥാർത്ഥ ചരിത്രമായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ അത് കുറേ സംസാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അതിൻ്റെ അകത്തുണ്ടായി. അപ്പോൾ പുള്ളി പറഞ്ഞു ഇയാളെ പാട്ടൊക്കെ പാടും, ചേട്ടൻ പുള്ളിയോട് പാട്ട് കേട്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ എഴുതി വെച്ചിരുന്ന ഒരു സൂഫി പാട്ട് പാടി, ഒരു പാട്ട് പാടി കൊടുത്തപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് നീ ഇത് പാടുമ്പോൾ ഒരു ഹാർമോണിയം വെച്ചിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഹാർമോണിയം ഇല്ല കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ നീ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞതിൽ, അപ്പോൾ ക്ലബ് ഹൗസിൽ മെസ്സേജിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എടുത്ത് നിൻ്റെ ഗൂഗിൾ പേ നമ്പർ തരുമെന്ന് പറഞ്ഞു. ഞാൻ നമ്പർ കൊടുത്തു. എന്നിട്ട് അപ്പം നോക്കിയപ്പോൾ 10,000 രൂപ അതിൽ ഇട്ടിട്ടുണ്ട്. നാളെ പോയിട്ട് ഹാർമോണിയം വാങ്ങണം, എന്നിട്ട് അതിലിരുന്നിട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ പോയി വാങ്ങി. അതൊരു വഴിത്തിരിവായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നീട് കണ്ടോ സാബുചേട്ടനെ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് സാബുചേട്ടൻ ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇല്ല. ഇന്ന് ഈ വീഡിയോ സാബുചേട്ടനെ കാണുന്നുണ്ടെങ്കിൽ എന്താ പറയാനുള്ളത്? വളരെ നന്ദി. അല്ല, നിങ്ങളെൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ്. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അന്ന് തന്ന ഒരു സപ്പോർട്ട്, കാരണം ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നൊരു സപ്പോർട്ടിലാണ് അപ്പോൾ ഇത് ഞാൻ പാടിയ പാട്ട് ചേട്ടനെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു. തീർച്ചയായിട്ടും. അപ്പോൾ ഹാർമോണിയം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അത് എൻ്റർടൈനിങ് ആവും എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ അന്ന് തന്ന ആ ഒരു ട്രസ്റ്റ്, ആ ഒരു വിശ്വാസം, ആ ഒരു എനർജി, അതിലേക്കാണ് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഒന്ന് ചിന്തിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ആവശ്യം പോലും ഇല്ല, ഒന്ന് നോക്കുമ്പോൾ അല്ലേ അത് തരേണ്ട ഒരു ആവശ്യമില്ല. പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് പോവാം. പക്ഷെ അതിലുപരി പുള്ളി ചെയ്തത് നമുക്ക് സഞ്ചരിക്കാനുള്ള ഒരു പാത. സാബുചേട്ടാ താങ്ക് യു കേട്ടോ. ആളും മറന്നിട്ടൊന്നുമില്ല, നേരിട്ട് കാണാൻ സാധിക്കട്ടോ ഉടനെ അല്ലേ. അടുത്തൊരു പാട്ടിലോട്ട് പോവാം. തീർച്ചയായിട്ടും. ഞാൻ ഏതാ ഇത് ഏത് പാടുമെന്ന് അറിയത്തില്ലേ, ഏതാ? ഈ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ചെയ്തൊരു സോങ് ഉണ്ടായിരുന്നു. അതിൽ അവനാണ് മ്യൂസിക് പ്രൊഡക്ഷനൊക്കെ ചെയ്തത്, മാനസ് കൃഷ്ണയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ആ പാട്ട് പാടാം. ഇത് പാടിയിരിക്കുന്ന ഹനാൻഷയാണ്, റാപ്പാണ് ഞാൻ ചെയ്തത്. റാപ്പിന്റെ പോർഷൻ മുത്തു പാടി, മാനസ് കൃഷ്ണ അതിൻ്റെ അകത്ത് പാടിയിട്ടുണ്ട്. 3 പേരും കൂടെയാണ് അത് ചെയ്തത്. മേലാക്കെ മിന്നുന്ന അലങ്കാരമേ, ചേലാലെ നീ തന്ന സൽക്കാരമേ, റൂഹാലെ എന്നുള്ളിൽ ആകാശലോകത്തെ മെഹ്റാബിലായി വന്ന മന്ദാരമേ, കിനാക്കാവിൽ കാതൽ മാറി കിതാബിൽ നീ കാണാഹൂറി, നിലാവാനിൽ വീഴും താരെ നിശാരാവിൽ കൂടെ വേണേ, നീലാവേ മിഴിയുള്ള മലകെ നീരാഗമേലെ, നീലാവേ മിഴിയുള്ള മലകെ. റാപ്പ് പിന്നെ വിടൂ. ഉള്ളിൻ്റെയോളം മാറി മുഞ്ചിലെ മുക്കിയ വഞ്ചിമെ കയറി, കറ്റല വീക്ഷണ ദിക്കിൽ പോയി, കൂടെ സുന്ദരി കൊതന്നി കൂടി, ചുണ്ടിൽ ചേലുള്ള റസപ്പുചണ്ട്, കണ്ണിൽ പൂക്കണ മുല്ലപ്പുമൊട്ട്, കൽബിനെ കക്കണ മാറിലെ തട്ട്, തൊട്ടാലോ കാഞ്ചിപൂരത്തിലെ പട്ട് പട്ട് നണച്ചിരിക്കാരി നീ കുണുങ്ങാതിരി നിറണക്കാന്താരി, നീരി അതിരിമാരനി ഞാനല്ലേ ചോരാതെ നോക്കില്ലേ, തൊട്ടാലെന്താണ് എൻ്റെ ചക്കരത്തേനല്ലേ, കെട്ടിപ്പിടിക്കല്ലേ പൊട്ടിത്തെറിക്കില്ലേ, മുത്തിക്കള്ളിക്കല്ലേ, മൊത്തത്തി മാറില്ലേ, ചാരയിരിക്കല്ലേ, ചങ്ക് തിളക്കില്ലേ, ഈ നോട്ടം നോക്കല്ലേ, പഞ്ചാര പാലല്ലേ. പ്രോപ്പറായിട്ട് പാടിയതല്ല, പറഞ്ഞു പാടിയത്. മുത്തു ഇനി ഞങ്ങളുടെ എല്ലാം ആഗ്രഹമായി മുത്തു തന്നെ എഴുതുന്ന വരികൾ മുത്തുവിന്റെ ശബ്ദത്തിൽ കേൾക്കാൻ ഞങ്ങൾ ഇനി ആഗ്രഹിക്കുന്നു. സംഭവിക്കട്ടെ.
അവസരങ്ങൾ എല്ലാം വരട്ടെ. സംഭവിക്കട്ടെ. ഇത്രയൊക്കെ നമ്മൾ സന്തോഷത്തോടെ സംസാരിക്കുമ്പോഴും മലയാള സിനിമയിൽ ഒരു സിനിമാ നടി മുത്തുവിനെ അവഗണിച്ചു. അയ്യോ, അതെന്താ മുത്തു കഥ? അവഗണിച്ചോ? അതാണ് എന്റെ ചോദ്യം. അവഗണിച്ചോ? അതാണ് എന്റെയും ചോദ്യം, അവഗണിച്ചോ എന്നുള്ളത്. അതായത് മുത്തുവിനൊരു മൊമെന്റോ, ആ ഒരു ആത്മവിശ്വാസം തരുമ്പം ഒരു പുച്ഛം, അല്ലെങ്കിൽ ഇവനൊക്കെ ഞാൻ കൊടുക്കണോ മൊമെന്റോ എന്നൊരു തോന്നൽ. എന്നെ പുച്ഛിക്കാൻ ഞാൻ ആരായിട്ടാ? ഞാൻ ആരുമല്ല. ആരായിരുന്നു നടി? സീരിയസ്ലി അത് മമത മോഹൻദാസ് ആണ്. പക്ഷേ അവര് സീരിയസ്ലി പുച്ഛിച്ചിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാനും അദ്ദേഹമായിട്ട് യാതൊരു പരിചയവുമില്ല, മുൻപരിചയവുമില്ല. അതിലൊരുപാട് കമന്റുകൾ വന്നു. ആ കമന്റിൽ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടൊരു കമന്റ്, ഇവർ തമ്മിൽ എന്തോ മുൻ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ ജന്മത്തിൽ വല്ലതും എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിന് എനിക്ക് പരിചയമില്ല, ഞാൻ മുൻപരിചയം എനിക്കില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ഈ പ്രേംപാറ്റ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ആ ഒരു പടത്തിൻ്റെയും പ്രൊഡക്ഷൻ കമ്പനിയുടെയും ലോഞ്ചിന് വെച്ചിട്ടാണ്. അവിടെ മുമ്പിലെ സീറ്റിൽ ഇരിക്കുന്ന കണ്ടു. ഞാൻ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ആരാന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഇത് മമത മാമ ആണ് എന്ന് മനസ്സിലായത്. അപ്പോൾ സ്റ്റേജിൽ മൊമെൻറ്റോ തരാൻ വേണ്ടി വിളിച്ചു. ഞാൻ പോയി വാങ്ങിയിട്ട് വന്നു. ഇത്രേ എനിക്കറിയുള്ളൂ. പക്ഷേ ഇതിന് വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് ക്യാമറ കണ്ണുകളിലൂടെ കണ്ടപ്പോൾ ജനങ്ങൾക്ക് എന്തോ തോന്നി. ജനങ്ങൾ തുറന്ന് പറയുകയും ചെയ്തു. അതെ, പറയുകയും ചെയ്തു. പക്ഷേ അവരേത് സിറ്റുവേഷനിലായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. കാരണം എന്നോട് വൈരാഗ്യം വരാൻ മാത്രം, അല്ലെങ്കിൽ എന്നോട് പുച്ഛം വരാൻ വേണ്ടി മാത്രം യാതൊരു പരിചയമില്ല. ഇപ്പം 4 വർഷമായിട്ട് കൊച്ചിയിൽ ഇങ്ങനെ രാത്രികളിൽ പാട്ട് പാടുന്നു, ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, ഒരു ടീമാകുന്നു. അവിടൊക്കെ അതിലൂടാണ് മുത്തു ഇന്ന് ഇവിടെ ഇരിക്കുന്നതല്ലേ. മുത്തുവിനെ പോലെ തന്നെ ഒരുപാട് പേരോട് അവസരം ചോദിച്ച് അല്ലെങ്കിൽ ഒന്നും കിട്ടാതെ അവിടെ കഴിവ് തെളിയിക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ടോ? ഉണ്ട്. അവസരങ്ങൾ ചോദിക്കുന്നവരുണ്ട്. ഓക്കെ. പക്ഷെ കൂടുതൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള അവസരം ചോദിക്കുന്നത്. അപ്പോൾ കാരണം ഇപ്പോൾ എൻ്റെ ഇപ്പോൾ വിളിക്കുന്നത് എൻ്റെ കുറച്ച് ഞാൻ വന്നിട്ട് ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഒരാളെ എഴുതാൻ വിളിക്കുമ്പോൾ നമ്മൾ ചെയ്യൂലേ. അപ്പോൾ മറ്റുള്ളവർക്ക് പാസ് ചെയ്യാനുള്ളപ്പോൾ വേക്കൻസി ഇല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ലെവലിലോട്ട് ഞാൻ എത്തുമ്പോൾ നമ്മൾ സഹായിക്കും തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോൾ ഈ കമ്പോസിഷൻ, നല്ല കമ്പോസിഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എഴുതും. അതിൽ പൈസ നോക്കുക അങ്ങനെയൊന്നുമില്ല. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പൈസ നോക്കാനാണ് എന്തോരം. അതെ, എന്നെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ജോലിക്ക് പോകരുത്. അതെ, ഇതിപ്പോൾ നല്ല കമ്പോസിഷനാണ്, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ കൂടെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കാറുണ്ട്. അങ്ങനെയുള്ളവർ വളർന്നു വരട്ടെ അല്ലേ. തീർച്ചയായിട്ടും. എല്ലാവരും ലൈക്ക് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ കഴിവുള്ളവർ എപ്പോഴും എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം. അതിനുള്ള സാഹചര്യം അവർക്കുണ്ടാകണം. ഒരുപക്ഷെ ഇന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പം നമ്മുടെ ഇപ്പം എൻ്റെ വീടെടുത്താലും മുത്തൂരിൻ്റെ അടുത്ത് നമ്മുടെയൊക്കെ ഒരു ഉൾഗ്രാമമാണല്ലോ. അവിടെ ഉള്ളവർക്കൊക്കെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? സിനിമാ മേഖല അല്ലെങ്കിൽ ഈ ഒരു പാട്ട് ഫീൽഡ്, അല്ലെ അവർക്ക് മനസ്സിലായോ മുത്തു എന്തിനാ പോയെന്നുള്ളതെന്നൊക്കെ മനസ്സിലായോ? അത് ഇതുവരെയും മനസ്സിലായിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഈ കൊച്ചിയിലേക്ക് മാറിയതാണ് ഒരു വലിയൊരു മാറ്റം. ഓക്കെ. കുറേ നാൾ കൂടുമ്പോഴേ വീട്ടിൽ പോകാറുള്ളൂ. സീരിയസ് സത്യം പറഞ്ഞാൽ വണ്ടിക്കൂലി ഇല്ലാത്തതുകൊണ്ടാണ് പോകാത്തത്. നമുക്കല്ലേ അറിയുള്ളത്. അതുകൊണ്ടാണ് പോകാത്തത്. കാരണം പോയി വരാനൊരു ചിലവുണ്ട്. ഇവിടെ നിന്ന് അങ്ങ് വരെ പോണ്ടേ, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു ഇവിടെ എന്താണ് ചെയ്യുന്നത്, എന്താണ് പരിപാടി എന്നുള്ളതൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരുന്നു. പക്ഷേ ഈ തലവരയിലെ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടപ്പോഴാണ് ഇയാളാണ് എഴുതിയതെന്നും ഇതിനു വേണ്ടിയാ ഇവൻ പോയത് അങ്ങനെ മനസ്സിലായത് ഇപ്പോഴാണ്, ഈ ഇടയ്ക്കാണ്. ഇനി ഒരുപാട് ആളുകൾ മനസ്സിലാവട്ടെ. ഈ ഒരു പാട്ടൊക്കെ എഴുതാൻ എത്ര സമയം എടുക്കും? ഒരു പാട്ട് എഴുതാൻ വേണ്ടി മാത്രം എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു പാട്ട്, ആ പാട്ട് മുഴുവനായിട്ട് പാടിക്കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റോളം വരും. ഓക്കെ. അത്രയും വലിയൊരു പാട്ട് ഒരു 48 മണിക്കൂർ എടുത്തിട്ടുണ്ട് ആ പാട്ടിന് വേണ്ടി മാത്രം. ഒരു പാട്ടിന് വേണ്ടി. അല്ലാതെ എല്ലാ പാട്ടുകളും ഒരു അരമണിക്കൂർ, 15 മിനിറ്റ്, അല്ലെങ്കിൽ കൂടി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി എഴുതാൻ വേണ്ടി മാത്രം ഇരിക്കുകയാണെങ്കിൽ 15 മിനിറ്റിൽ കഴിയും. ഇപ്പോൾ ഒരു ടാസ്ക് തരുക, എന്നെപ്പറ്റി 2 വരി പാടണം. എഴുതണം. എഴുതി പാടണം. മുത്തു തന്നെ പാടണം. അജിനാരാ അറിയൂ അവതാരാധരനു, അജിനാരാ അറിയോ അവതാരാധരനു, ചോദ്യമുനകൾ കൊണ്ടെയും സ്നേഹചുംബനവും നൽകും, ചോദ്യമുനകൾ കൊണ്ടെയും സ്നേഹചുംബനവും നൽകും, ചിരിയാലെ അലിവേറും
അറിവുള്ളൊരു ഗ്രാഹീവൻ അജിനാര അറിയോ അവതാരാധരനോ അജിനാര അറിയോ അവതാരാധരനോ. ഓ എടാ പൊന്നേ, ചെറിയ ഇതാണ് പെട്ടെന്നായതുകൊണ്ട്. എടാ, ഈ ഒരു സമയത്ത് ഇത്ര എഴുതിയില്ലേ? അടിപൊളി കേട്ടോ. താങ്ക് യു. ഞാൻ ഇത് മാത്രം കട്ടെടുത്ത് റീലിടും. ആ പൊളിച്ചു. അപ്പം മുത്തു, ഇനി പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വൈബ് പാട്ട് പാടിക്കൊടുക്കാം. ഓ, ഞാൻ ആഭ്യന്തര കുറ്റവാളിയിൽ ചെയ്ത പാട്ട് പാടാം. ഓക്കെ ഓക്കെ. ഓ പുരുഷലോകം പരമരോഗം ചരമരാഗം പെൺകനകലോകം ഉയിര് നീക്കും നാഗനാക്കും മകളെ മാതേ ഈ വഴിവിട് വഴിവിട് ഈ വഴിവിട് പിടിവിട് വഴിവിട് മങ്കേ ഈ വഴിവിട് വഴിവിട് ഈ വഴിവിട് പിടിവിട് കടുത്തലങ്കോലമാല പല കോലലീല ഒരു താലിമാല ചിരകാലവേല ഈ പെടലോ പെട്ട നാല് ദിക്കും തെറ്റിട്ടങ്കലാപ്പ് എപ്പോഴാ ജ്യൂസിൽ പൊടിയും ഇട്ട് കലക്കി തരുന്നൊരു താപ്പ് തിരുവായിൽ നിന്ന് കരിക്കും അഗ്നി പോലെ ചീറ്റണ വാക്ക് തെരുവാണ് ശരണം വീട്ടിൽ കാല് കുത്താനില്ലെന്നേ കൂരമ്പുകളാണിവിടെ കഠിനം തൊന്തരവാ വഴിയെ കഥനം തുടരുവതോ വിധിയെ ഇതിനക്കരതാ ദേവിയെ മകളെ മാതേ ഈ വഴിവിട് വഴിവിട് ഈ വഴിവിട് പിടിവിട് വഴിവിട് സ്വൈര്യം കൊടുവോ ഗതികേട് പടച്ചിട്ടയണിയണം മറുപടി കൊടുക്കണം പടച്ചവൻ പടച്ചിട്ട പടപ്പാണെന്ന് ഓർക്കണം കൊടുമയും ഉടയണം ഉടയമങ്ങനിയണം മോശത വടി കൊണ്ട് തലമുണ്ടലടിക്കണം ഓ പുരുഷലോകം പരമരോഗം ചരമരാഗം പെൺകനകലോകം ഉയിര് നീക്കും നാഗനാക്കും മകളെ മാതേ ഈ വഴിവിട് വഴിവിട് ഈ വഴിവിട് പിടിവിട് വഴിവിട് മങ്കേ ഈ വഴിവിട് വഴിവിട് ഈ വഴിവിട് പിടിവിട് കടുത്തലങ്കോലമാല പല കോലലീല. ഓ എന്നാ വോയിസ് ആണോ പോലെ. താങ്ക് യു താങ്ക് യു. പൊളിച്ചു കേട്ടോ. താങ്ക് യു. ഇനി ഒരുപാട് പാട്ടുകൾ വരട്ടെ. അതെ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നു. മുത്തുവിൻ്റെ ജീവിതത്തിലല്ലേ എഴുതുന്ന വരികളിൽ ഈ സുഖിക്കൊരു കഥയുണ്ടോ? ഇല്ല സുഖിക്ക എഴുത്തിൽ കഥയൊന്നും വന്നിട്ടില്ല, പക്ഷെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. മുത്തുവിൻ്റെ ജീവിതവും സുഖിയുടെ ജീവിതവും. സുഖി ഓടിക്കൊണ്ടിരുന്ന ജീവിതം. ഓക്കെ. അത് ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് ഇവിടെ നിൽക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ഭക്ഷണം കഴിക്കാനൊന്നും പൈസ ഇല്ലാത്ത സാഹചര്യം വന്നപ്പോൾ ഇപ്പോൾ ഈ കടം വാങ്ങലൊന്നുമില്ല. ഇല്ല എന്തെങ്കിലും അപ്പോൾ സംഭവിക്കും. ഒന്നുകിൽ ഏതെങ്കിലും പാട്ടുകൾ എഴുതാൻ വരും, ഈ മതപരമായിട്ടുള്ള പാട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബർത്ത്ഡേ പാട്ടുകളോ അങ്ങനെയൊക്കെ വരാറുണ്ട്. അത് 500-300 രൂപയ്ക്കൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ അത് നേരത്തെ പറഞ്ഞായിരുന്നു ചെറിയ എമൗണ്ടിനൊക്കെ 500 ചെയ്തു കൊടുക്കുമെന്ന്. അപ്പോൾ അതൊക്കെയായിരുന്നു പിടിച്ചു നിന്നത്. പക്ഷേ ഇതില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ബൈക്ക് ഉണ്ടായിരുന്നു കയ്യിൽ. ഓക്കെ. അങ്ങനെ പോയി രജിസ്റ്റർ ചെയ്തു, സ്വിഗ്ഗിയുടെ ID എടുത്തു, സ്വിഗ്ഗി ഓടാൻ തുടങ്ങി. കുറച്ച് ഒരു 3-4 മാസത്തോളം സ്വിഗ്ഗി ഓടുമ്പോൾ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെവിയിൽ അലാറം കേൾക്കും. ഈ സ്വിഗ്ഗിയുടെ സ്വിഗ്ഗി ഫുഡ് നമുക്ക് എടുക്കണമെങ്കിൽ ഡെലിവറിക്ക് പോകണമെങ്കിൽ ഈ അലാറം അടിക്കുമല്ലോ, അപ്പോഴല്ലേ നമ്മൾ പോണത്. അപ്പോൾ ഈ സാധനം ഉറങ്ങുമ്പോഴൊക്കെ കേൾക്കും. അതൊരു ശീലമായി പോയി. ഇപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ സ്വിഗ്ഗി ഓടുന്ന പയ്യന്മാർ അവിടെ നിൽക്കുമ്പോൾ ആ റിംഗ് ടോൺ പോലത്തെ ആ സാധനം കേൾക്കുമ്പോൾ അത് ഓർമ്മ വരും. ഓക്കെ. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ടാണ് ഈ കൊച്ചിലെ വഴികളൊക്കെ പഠിച്ചത്. ഇവിടെയുള്ള വഴികളെല്ലാം കൊണ്ടിട്ടാലും അറിയാം, ചെറിയ ചെറിയ വഴികളെല്ലാം അറിയാം. അത് ഇങ്ങനെ പഠിച്ചാണ്. പിന്നെ ആ സമയത്ത് സ്വിഗ്ഗി ഓടുന്ന സമയത്ത് ലുലു മാളിൽ ഡെലിവറി എടുക്കാൻ വേണ്ടി പോകും. പാഴ്സൽ എടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഈ താഴത്തെ ഫ്ലോറിലെ സ്റ്റേജൊക്കെ ഫിലിം പ്രൊമോഷനൊക്കെ നടക്കുന്ന സ്ഥലമില്ലേ, അതിലൂടെയൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ ഇവിടെ ഏതെങ്കിലുമൊക്കെ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളൊക്കെ നടക്കുന്നതാണ്. ഒരു ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രൊമോഷൻ പരിപാടികളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് ചിന്തിക്കാറുണ്ട്, ഓക്കെ, എപ്പോഴാണ് എൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ട് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത് മേനെ പ്യാർക്കയുടെ പ്രൊമോഷൻ ലുലുവിൽ, അതുവരെ മറ്റു സിനിമക്കൊന്നും ലുലുവിൽ പ്രൊമോഷൻ ഇല്ലായിരുന്നു. അതെ, ഈ സിനിമയ്ക്കാണ് മേനെ പ്യാർക്കൊക്കെയാണ് ലുലുവിലുണ്ടായിരുന്നത്. അന്ന് കയറി സംസാരിച്ചു, പക്ഷേ ഈ വിഷയം സംസാരിച്ചില്ല. അന്ന് പടത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അന്ന് സ്വിഗ്ഗിയും കൊണ്ട് അല്ലെങ്കിൽ സ്വിഗ്ഗി ഓടാനായിട്ട് ലുലുമാളിൽ ചെല്ലുന്നു, അവിടെ വെച്ച് ആഗ്രഹിക്കുന്നു അല്ലേ? അതെ, മുന്നിൽ കാണുക വേറെ ഒരു സിനിമയുടെ കാണുക.
അതെ, അല്ല ഞാൻ ഈ മേനെ പ്യാർക്കയുടെ പ്രൊമോഷൻ അവിടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാനത് ആ വിഷ്വൽ കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാൻ അതിലൂടെ നടന്നു പോകുന്നതൊക്കെ അന്ന് ആലോചിച്ചല്ലേ? അതെ. അപ്പോൾ അതുപോലെ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം പറയാനിടയായത് എന്താണ്, ലുലുമാളി പാട്ട് പാടിയത് കൊണ്ടാണല്ലോ. അതുപോലെ എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ നിന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഓർമ്മ എന്നത് ഇങ്ങനെ എടുക്കണം. ഞാൻ പിന്നെ എൻ്റെ പാസ്റ്റിലുള്ള കാര്യങ്ങളും അതൊന്നും അധികം ഓർത്ത് വയ്ക്കാറില്ല. പ്രസന്റിൽ ജീവിച്ച് പോകലാണ്. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് അത് പറയുന്നത് അങ്ങനെയാണ്. ഫ്യൂച്ചറും ഫ്യൂച്ചറിലാണ്. അപ്പോൾ പ്രസന്റിൽ ഇങ്ങനെ ജീവിച്ച് പോകാന്നുള്ള മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പഴയതൊന്നും ഇങ്ങനെ ഓർത്തിരിക്കാറൊന്നുമില്ല. ചില സാഹചര്യം വരുമ്പോൾ അത് മനസ്സിൽ കയറി വരുന്നതാണ്. എന്നാലും ഓർമ്മകളൊക്കെയാണല്ലോ നമ്മൾ ഇവിടം വരെ എത്തിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഓർമ്മകളാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ഒന്നുമില്ല, പിന്നെ ഒറ്റ കാര്യം പറയുക മുത്തു. താങ്ക് യു. ഓക്കെ, തിരിച്ചു.